അപ്പോൾ സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് നെറ്റും കൂടി വേണം. ഇനീഷ്യലി നമുക്കൊരു ലൊക്കേഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് വേണം, അല്ലാതെ നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്തും ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ആ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് GPS മാത്രം മതി, നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ എത്താൻ കഴിയും. പക്ഷേ ചിലപ്പം ആ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് തന്നെ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയുള്ള കേസുകളിൽ എങ്ങനെ നമുക്ക് ഗൂഗിൾ മാപ്സ് ഇൻ്റർനെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഗൂഗിൾ മാപ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ മാപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇവിടെ നമ്മുടെ സ്വന്തം മാപ്പ് സെലക്ട് ചെയ്യാൻ പറയും. സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ലൊക്കേഷൻ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ ഇതിൽ എൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ ലൊക്കേഷൻ ഇതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഓഫ്ലൈൻ മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കൂടുന്നതായിരിക്കും. ഇവിടെ എത്രയാണ് സൈസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത്രയും സൈസ് നമ്മുടെ ഫോണിന് എടുക്കുന്നതായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കെന്തായാലും ഇത്രയും ലൊക്കേഷൻ മതി. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന ആ ലൊക്കേഷനൊക്കെ നമുക്ക് ഇതുപോലെ ഓഫ്ലൈൻ മാപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ആ ഒരു മാപ്പിലുള്ള ലൊക്കേഷൻ പിന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പം അത് ഡൗൺലോഡായി കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഏത് ലൊക്കേഷനും നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.